ഇപ്പോൾ നമ്മുടെ കിച്ചണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലേ, നമ്മൾ ഇഞ്ചി വാങ്ങിച്ചു വെച്ചതൊക്കെ മുള വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇതൊക്കെ മുള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നടാനുള്ള പറ്റിയ സമയമാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇപ്പോൾ തനിയെ മുളയ്ക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇഞ്ചി ആയാലും മഞ്ഞളായാലും കാച്ചിലായാലും ഒക്കെ കേട്ടോ. അപ്പോൾ ഇത് 2 തരം ഇഞ്ചി ഉണ്ട്. ഇതൊരു 3 കഷ്ണം മാങ്ങിഞ്ചിയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സാധാരണ ഇഞ്ചി. അപ്പോൾ നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാസമാണ് കേട്ടോ നമുക്ക് നടേണ്ടത്. അതുപോലെ തന്നെ ഇതാ ചാക്കിലാണ് നടുന്നത്. പിന്നെ മണ്ണൊക്കെ നല്ല കല്ലും കട്ടയൊക്കെയുള്ള മണ്ണാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് അധികം മണ്ണൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവരാനുണ്ട് മണ്ണ്. പിന്നെ അപ്പോൾ ഇതുപോലെ ചാക്ക് നല്ല വട്ടത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ചാക്കിൻ്റെ ഏറ്റവും അടിവശം ഉണ്ടല്ലോ, അതിങ്ങനെ കൂട്ടിക്കെട്ടുക. എന്നിട്ട് നമുക്ക് മണ്ണ് നിറയ്ക്കണമെങ്കിൽ നിറയ്ക്കാം, മറച്ചിട്ട് നിറയ്ക്കണമെങ്കിൽ ചാക്ക് മറച്ചിട്ട് നിറയ്ക്കണമെങ്കിൽ അങ്ങനെ നിറയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചിട്ട് മണ്ണ് നിറച്ചാലും മതി. ഒരു നുള്ളു വാമിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇഞ്ചി നടാം കേട്ടോ. അപ്പോൾ അടിവളമായിട്ട് കിച്ചൺ കമ്പോസ്റ്റും അതുപോലെ തന്നെ കരിയിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. മണ്ണൊക്കെ സെറ്റാക്കി ഞാൻ വെച്ചതാണ്. അതിന് ശേഷമാണ് കേട്ടോ നടുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മുളച്ചിരിക്കുകയായിരുന്നു. ഒരുപാടൊന്നും നടന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു മിക്കവാറും എല്ലാ കൃഷിയും ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 5 ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചാക്കിലോ അങ്ങനെയാണ് കേട്ടോ എല്ലാ തരം ഞാനിവിടെ ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ചാക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു ചാക്കിൽ മാങ്ങിഞ്ചി, 4 ചാക്കിൽ നമ്മുടെ സാധാരണ ഇഞ്ചിയാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. മഞ്ഞളൊന്നും ഇപ്രാവശ്യം നടന്നില്ല കേട്ടോ. നമ്മൾ വീട് മാറിയ കാരണം കൊണ്ട് ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ